ഹലോ നമസ്കാരം, ഞാൻ ബിന്ദു വിപിൻ. ബിന്ദു സ്പൈസസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ കാശ്മീർ യാത്ര തുടരുകയാണ്. ഇന്നത്തെ യാത്ര പെഹൽഗാമിലേക്കാണ്. കുറച്ച് ദിവസങ്ങളായി വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന പേരാണ് പെഹൽഗാം. പെഹൽഗാമിനെ കുറിച്ച് ഇപ്പോൾ ഒരുപാട് പേടിയോടെയും ഒരുപാട് വിഷമത്തോടെയും ഒക്കെയാണ് നമ്മൾ ചിന്തിക്കാറുള്ളത് അല്ലേ. പക്ഷേ ഞങ്ങൾ പെഹൽഗാമിൽ പോകുന്ന സമയത്ത് പെഹൽഗാം ശാന്തമായിരുന്നു. വളരെ സുന്ദരമായ നല്ല പ്രകൃതി ഭംഗിയുള്ള നല്ലൊരു സ്ഥലമായിരുന്നു പെഹൽഗാം. പെഹൽഗാമിലെ വാലികൾ കാണാനാണ് നമ്മൾ പോകുന്നത്. ഇന്നത്തെ പെഹൽഗാമിലേക്കുള്ള യാത്രക്കിടയിൽ കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. പിന്നെ പെഹൽഗാമിലേക്ക് പോകുന്ന വഴികളിൽ നമ്മൾ കാണുന്ന കുറേ നല്ല കാഴ്ചകളുണ്ട്. അപ്പോൾ ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാകാനും ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ പെഹൽഗാമിലേക്കുള്ള യാത്ര നമുക്ക് തുടങ്ങാം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം ഞങ്ങളെല്ലാവരും ഹോട്ടലിൽ നിന്നും ബസ്സിൽ കയറി പെഹൽഗാമിലേക്ക് പുറപ്പെട്ടു. ഏകദേശം ശ്രീനഗറിൽ നിന്നും ഒരു 90 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് പെഹൽഗാമിലേക്ക്. അതുകൊണ്ട് തന്നെ രാവിലെ നേരത്തെ പോയാലേ നമുക്ക് അവിടെ പോയി അവിടുത്തെ വാലീസൊക്കെ കണ്ട് രാത്രി ആകുമ്പോഴേക്കും തിരിച്ചെത്താൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ ബസ്സിൽ പുറപ്പെട്ടു. അപ്പോൾ പോകുന്ന വഴിക്ക് കാണുന്ന കാഴ്ചകളാണിത്. ഈ കാണുന്ന മരങ്ങൾ കാശ്മീരിലെ വളരെ ഫേമസ് ആയിട്ടുള്ള മരമാണ്. വില്ലോ ട്രീസ് എന്നാണ് ഇതിൻ്റെ പേര്. ക്രിക്കറ്റ് ബാറ്റ് ഉണ്ടാക്കാൻ ഈ മരങ്ങൾ ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ വേറെയും ഉപയോഗങ്ങളുണ്ട്. ഫർണിച്ചർ ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കും. പക്ഷേ കൂടുതലായിട്ടും ക്രിക്കറ്റ് ബാറ്റ് ഉണ്ടാക്കാനാണ് വില്ലോ ട്രീസ് ഉപയോഗിക്കുന്നത്. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ കണ്ട വലിയ മരമുണ്ട്, നല്ല നീളത്തിലുള്ള മരം. ഇതിൻ്റെ പേര് പോപ്പുലർ ട്രീസ് എന്നാണ്. ഇത് മാച്ച് സ്റ്റിക്കൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കും. പിന്നെ ഈ കാണുന്നത് കടുക് പാടങ്ങളാണ്. ഞാൻ നേരത്തെ ഉള്ള എൻ്റെ വീഡിയോയിൽ പറഞ്ഞിരുന്നു, കാശ്മീരിലെ പ്രധാനപ്പെട്ട ഒരു കൃഷിയാണ് കടുക്. അപ്പോൾ പോകുന്ന വഴിക്ക് കടുക് പാടങ്ങൾ ധാരാളം കണ്ടു. ഈ കാണുന്നത് ഝലം റിവറാണ്. നമ്മളിപ്പോൾ പുൽവാമ ഡിസ്ട്രിക്റ്റിലേക്ക് കടന്നു. പണ്ട് പുൽവാമ ഭീകരാക്രമണം നടന്നത് ഓർമ്മയുണ്ടല്ലോ എല്ലാവർക്കും. ആ ഡിസ്ട്രിക്റ്റിലൂടെയാണ് ഇപ്പോൾ ഞങ്ങൾ കടന്നു പോകുന്നത്. പുൽവാമ ആക്രമണം നടന്നത് കുറച്ച് അപ്പുറത്തെ റോഡിലാണ്. അതിൻ്റെ ഈ സൈഡിലുള്ള റോഡിലൂടെയാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കടുക് പാടങ്ങളും വില്ലോ ട്രീസും പോപ്പുലർ ട്രീസും ഒക്കെ കണ്ടുകൊണ്ട് ഞങ്ങൾ വളരെ സന്തോഷമായിട്ട് തന്നെയാണ് ഈ വഴികളിലൂടെ യാത്ര ചെയ്തത്. പക്ഷേ ഇന്നിപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ അത്രയും സന്തോഷം എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അതിൻ്റെ കാരണം എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ അല്ലേ. ഇനി ഞങ്ങൾ ഈ പാമ്പോർ എന്ന് പറയുന്ന സ്ഥലത്തൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കാണുന്നത് കടുക് പാടങ്ങളാണ്. പക്ഷേ ഈ പാമ്പോറിലെ കടുക് പാടങ്ങൾക്ക് ഒരു പ്രത്യേകതയും കൂടിയുണ്ട്. കടുക് ഇടുന്നതിന് മുമ്പ് ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ഇവിടെ സാഫ്രോൺ കൃഷി ചെയ്യാറുണ്ട്. സാഫ്രോൺ എന്ന് പറഞ്ഞാൽ കുങ്കുമപ്പൂ. കാശ്മീരിൽ കുങ്കുമപ്പൂ കൃഷി ചെയ്യുന്ന സ്ഥലമാണ് പാമ്പോർ. ഇവിടെ ഒരു 4-5 കിലോമീറ്റർ ദൂരത്ത് സ്ഥിരമായിട്ട് സാഫ്രോൺ കൃഷി ചെയ്യാറുണ്ട്. സാഫ്രോണിന് ഏകദേശം ഒരു 1 മന്തേ വേണ്ടൂ എന്നാണ് ഇവർ പറയുന്നത്. 1 മന്ത് കൊണ്ട് തന്നെ സാഫ്രോൺ വിളവെടുപ്പ് കഴിയും. അത് കഴിയുമ്പോൾ കടുക് വിതയ്ക്കും. ഇപ്പോൾ സാഫ്രോൺ വിളവെടുപ്പ് കഴിഞ്ഞിട്ട് കടുകാണ് ഇപ്പോൾ അവിടെ കൃഷിയായിട്ടുള്ളത്. ഇപ്പോൾ കടുക് ചെടികളൊക്കെ പൂക്കുന്ന കാലമാണ്. അതാണ് ഈ മഞ്ഞ കളറിൽ കാണുന്നത്. മഞ്ഞ കളർ കടുക് പൂക്കളുടെ കളറാണ് കേട്ടോ. പച്ച കളറിലാണ് കടുക് ചെടി, അതിൻ്റെ പൂക്കളാണ് മഞ്ഞ കളറിലുള്ളത്. ഇങ്ങനെ വഴിയിൽ നല്ലൊരു തോട്ടം കണ്ടപ്പോൾ ഞങ്ങൾക്ക് വണ്ടി നിർത്തി തന്നു. ഇവിടെ ആർക്ക് വേണമെങ്കിലും ഇറങ്ങി ഫോട്ടോയൊക്കെ എടുക്കാം. അപ്പം ഞങ്ങളും അവിടെ ഇറങ്ങി കടുക് ചെടികളുടെ ഇടയിൽ നിന്ന് ഫോട്ടോയൊക്കെ എടുത്തു. നല്ല ഭംഗിയുള്ള പൂക്കളാണ്. കടുക് പൂത്തത് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലെങ്കിൽ ഇതാ കണ്ടോളൂ. കടുക് ചെടികൾ ഇങ്ങനെ പൂത്ത് ഇലഞ്ഞു നിൽക്കുകയാണ്. നല്ല ഭംഗിയുള്ള മഞ്ഞ പൂക്കളാണ് കടുക് ചെടികൾക്ക്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്ന് ഫോട്ടോയൊക്കെ ഞങ്ങളെല്ലാവരും എടുത്തു. കുറച്ച് നേരം ഞങ്ങൾക്ക് അവിടെ സമയം കിട്ടിയതുകൊണ്ട് തന്നെ നല്ല വിശദമായിട്ട് കടുക് ചെടികളുടെ വീഡിയോ ഒക്കെ എടുത്തു. ഇതാണ് കേട്ടോ പൂത്ത് നിൽക്കുന്ന കടുക് ചെടി. അപ്പോൾ അങ്ങനെ അവിടെ ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ വീണ്ടും വണ്ടിയിൽ കയറി യാത്ര തുടർന്നു. പിന്നെ ഈ പോകുന്ന വഴിയിൽ ഡ്രൈ ഫ്രൂട്ട്സ്, നട്ട്സ്, പ്രത്യേകിച്ച് സാഫ്രോൺ, അങ്ങനെ കുറേ സാധനങ്ങൾ വിൽക്കുന്ന കടകൾ ധാരാളമുള്ള ഒരു ഏരിയയാണിത്. ഞങ്ങളുടെ ബസ് അതിലൊരു കടയുടെ മുമ്പിൽ കൊണ്ട് നിർത്തി. ആ കടയിൽ ഞങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യം അവരൊരുക്കി തന്നു. അപ്പോൾ ആ കടയിൽ പോയപ്പോൾ ആ കടയിൽ കണ്ട സാധനങ്ങളാണിത്. അവിടെ ഒരുപാട് നട്ട്സും ഫ്രൂട്ട്സും ഒക്കെ ഉണ്ട്. പിന്നെ സാഫ്രോൺ ഉണ്ട്. പിന്നെ അവർ ഒരുപാട് ഐറ്റംസ് ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നു കേട്ടോ. ഈ ആളാണ് ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വിശദീകരിച്ച് തന്ന വ്യക്തി.
ഇതാണ് സാഫ്രോൺ, നല്ല പ്യുവർ സാഫ്രോൺ. അപ്പോൾ ഞാനത് വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ അയാളത് തുറന്ന് എനിക്ക് വെച്ച് തന്നതാണ്, എടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ നല്ല ഭംഗിയുണ്ടല്ലേ സാഫ്രോൺ. നമ്മളിവിടെ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ഇത്രയും നല്ല കളറിലും നല്ല പ്യുവറായിട്ടുള്ള സാഫ്രോൺ കിട്ടില്ല എന്നാണ് അവർ പറയുന്നത് കേട്ടോ. കാശ്മീരിൽ കിട്ടുന്ന അത്രയും പ്യുവറായിട്ടുള്ള സാഫ്രോൺ ഇവിടെ ഏത് കടയിൽ നിന്ന് നിങ്ങൾ വാങ്ങിയാലും കിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. പിന്നെ ഇത് അവർ ഞങ്ങൾക്ക് കുടിക്കാൻ വേണ്ടി തന്ന ഒരു ഡ്രിങ്കാണ്. കാശ്മീരിലത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു ചായയാണിത്. ഇതിൻ്റെ പേര് ഖവ എന്നാണ്. ഇതാണ് കാശ്മീരി ഖാവ. ഇത് ഇങ്ങനെ ഒരു പാക്കറ്റ് വാങ്ങിച്ചാൽ ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നമുക്ക് ഇങ്ങനെ വെള്ളത്തിലിട്ട് തിളപ്പിച്ചാൽ നമ്മൾ നേരത്തെ കുടിച്ച പോലത്തെ ആ ഒരു ഡ്രിങ്ക് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇതിൽ ഗ്രീൻ ടീ ലീവ്സും റോസ് പെറ്റൽസുമാണ് പ്രധാന ഇൻഗ്രീഡിയൻസ്. പിന്നെ കുറച്ച് സ്പൈസസ് ഉണ്ട്, ആൽമണ്ട്സ് ഉണ്ട്, പിന്നെ സാഫ്രോൺ ഉണ്ട്. ഇങ്ങനെ 11 ഇൻഗ്രീഡിയൻസ് ചേർന്നിട്ടാണ് ഈ ഒരു ഖാവ തയ്യാറാക്കുന്നത്. പിന്നെ അവരിവിടെ അങ്ങനെ ഞങ്ങൾക്ക് കുറേ സാധനങ്ങൾ അവർ കാണിച്ചു തന്നു. വാൾനട്ട്, ബദാം, പിന്നെ ഉണക്കമുന്തിരിയാണിത്. അത് ആ റെഡ് കളറിൽ കാണുന്നതും ഉണക്കമുന്തിരിയാണ്, ബ്ലാക്ക് കളറിലുള്ളതും ഉണക്കമുന്തിരിയാണ്. പിന്നെ ഇത് ഞങ്ങൾക്ക് അവർ കഴിക്കാൻ വേണ്ടി തന്നതാണ്. അതും കോംപ്ലിമെൻ്റ് ആയിരുന്നു, ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടി തന്നതാണ്. മുസ്ലി എന്നാണ് പറയുന്നത്. അതായത് ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും എല്ലാം കൂടിയിട്ടുള്ള ഒരു മിക്സ്ചറായിരുന്നു അത്. അതിന് മുസ്ലി എന്നാണ് പേര്. അപ്പോൾ അതും ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടി അവർ തന്നു. പിന്നെ ഇതൊക്കെ അവർ കാണിച്ചു തന്നാണ് കേട്ടോ. ഇതൊക്കെ അവിടെ വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ്, അവരുടെ സാഫ്രോൺ. പിന്നെ ഇത് ശിലാജിത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു ലേഹ്യം പോലത്തെ ഒരു സാധനമാണത്. അത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറേ അസുഖങ്ങളിൽ നിന്ന് മുക്തി നേടാൻ പറ്റുന്നൊക്കെയാണ് അവർ പറയുന്നത്. നമുക്കറിയില്ല, ഞാനതൊന്നും വാങ്ങിച്ചില്ല. പിന്നെ അവിടെ ഉള്ള സാധനങ്ങളൊക്കെ ഞാൻ വെറുതെ ഒന്നിങ്ങനെ വീഡിയോ എടുത്തതാണ്. കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു അവിടെ. ഇതെല്ലാം പ്യുവറാണോ അതോ ഇനി അവർ വേറെ എവിടെയെങ്കിലും കൊണ്ടുവന്ന് വിൽക്കുന്നതാണോ ഇതൊന്നും നമുക്കറിയില്ല. അവർ മെയിനായിട്ട് പറയുന്നത് സാഫ്രോണാണ്. സാഫ്രോൺ അവർ ആ 4 കിലോമീറ്ററിലാണ് കൃഷി ചെയ്യുന്നത്. അവിടുന്ന് കിട്ടുന്ന സാഫ്രോൺ ഇവിടെ മാത്രമാണ് പ്യുവർ സാഫ്രോൺ ഉള്ളത്, ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ഡ്യൂപ്ലിക്കേറ്റാണ് എന്നൊക്കെയാണ് അവർ ഞങ്ങളോട് പറഞ്ഞത് കേട്ടോ. അത് എത്രത്തോളം ശരിയാണെന്ന് ചോദിച്ചാൽ എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിഞ്ഞുകൂടാ. എന്തായാലും ഞാൻ അവിടുന്ന് സഫ്രോൺ വാങ്ങി. അപ്പോൾ അങ്ങനെ അതൊക്കെ വാങ്ങിയതിന് ശേഷം വീണ്ടും ഞങ്ങൾ പെഹൽഗാമിലേക്ക് യാത്ര തുടർന്നു. അങ്ങനെ പോകുന്ന വഴിയിൽ ഞങ്ങൾ പാസ് ചെയ്ത സ്ഥലമാണ് അവന്തിപുര. ഇപ്പോൾ ഈ അവന്തിപുര എന്നുള്ള പേരൊക്കെ നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും അല്ലേ. ഇപ്പോൾ ഇന്ത്യ പാക് സംഘർഷം നടക്കുമ്പോൾ നമ്മൾ അവന്തിപുര എന്നുള്ള പേര് ഒരുപാട് തവണ ടി വിയിൽ ഞാൻ കേട്ടു. അപ്പോൾ ഞങ്ങൾ പോയ വഴിയാണത് അവന്തിപുര. അവന്തിപുരയിൽ അവിടെ തകർന്നു പോയ ഒരു ക്ഷേത്രമുണ്ട്, അവന്തിപുര റൂയിൻസ് എന്നാണ് അവിടെ പറയുന്നത്. 14th സെഞ്ച്വറിയിലുണ്ടായ എർത്ത്ക്വേക്കിലാണ് ഈ ഒരു ക്ഷേത്രം തകർന്നടിഞ്ഞത്. ആ സമയത്ത് ഈ ക്ഷേത്രം ഏകദേശം 800 മീറ്ററോളം ഭൂമിക്കടിയിലേക്ക് താന്നുപോയി എന്നാണ് പറയുന്നത്. അതിനുശേഷം 1923-24 കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാരാണ് ഇത് കുഴിച്ചെടുത്തിട്ട് ഈ ക്ഷേത്രത്തെ പുറത്തേക്ക് കൊണ്ടുവന്നത് ബ്രിട്ടീഷുകാരാണ്. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ വിഷ്ണു ആയിരുന്നെങ്കിലും അതിനു ചുറ്റും ഉപദേവതമാരായിട്ട് ഭൂമിദേവി, സരസ്വതി, ലക്ഷ്മി, പിന്നെ വിഘ്നേശ്വരൻ അതായത് ഗണപതി, ഇത്രയും പേരുടെ പ്രതിഷ്ഠയും കൂടെ ഈ അമ്പലത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ വളരെ നല്ല ഫേമസ് ആയിട്ടുള്ള നല്ല ഒരു ക്ഷേത്രമായിരുന്നു ഇത്. പക്ഷേ എർത്ത്ക്വേക്കിൽ തകർന്നു പോയി. അതിനുശേഷം മണ്ണിനടിയിൽ നിന്നും ഈ ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങൾ കുഴിച്ചെടുത്തു ബ്രിട്ടീഷുകാരുണ്ടായിരുന്ന സമയത്ത്. എങ്കിൽ പോലും ഈ ക്ഷേത്രം പിന്നീട് പുനരുദ്ധരിക്കുകയോ പഴയൊരു പ്രതാപത്തിലേക്ക് എത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇതൊരു ക്ഷേത്രം എന്നുള്ള നിലയ്ക്കല്ല, ഒരു ചരിത്ര സ്മാരകം എന്നുള്ള നിലയ്ക്കാണ് ഇവിടെ എല്ലാവരും വരുന്നതും കാണുന്നതും ഫോട്ടോ എടുക്കുന്നതും ഒക്കെ. അതുകൊണ്ട് തന്നെ ജാതി മത ഭേദമന്യേ ആർക്ക് വേണമെങ്കിലും ഇവിടെ ചെല്ലാം, ഇതെല്ലാം കാണാം, ഫോട്ടോയും വീഡിയോയും എടുക്കാം. നമുക്ക് തിരിച്ചു പോകാം. അവിടുന്ന് യാത്ര തുടരുമ്പോൾ വഴിയിലൊക്കെ ഞങ്ങൾ കണ്ട കാഴ്ച വളരെ കൗതുകകരമായിരുന്നു. പുറത്ത് ധാരാളം കുട്ടികൾ വളരെ ആഹ്ലാദത്തോടു കൂടി നടക്കുന്ന ഒരു കാഴ്ച കാണാം. കാരണം ഇന്ന് ഈദാണ്. ഇത് മാർച്ച് 31-ാം തീയതി എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഈദിൻ്റെ അന്നാണ് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഈദായതുകൊണ്ട് തന്നെ അവരവരുടെ പെരുന്നാൾ ആഘോഷിക്കാൻ വേണ്ടി കുട്ടികളും സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഉണ്ട്. എല്ലാവരും പുറത്തിറങ്ങി വളരെ സന്തോഷത്തോടു കൂടി കടകളിലൊക്കെ പോകുന്നു, പർച്ചേസ് ചെയ്യുന്നു, പിന്നെ ഭക്ഷണം കഴിക്കുന്നു. അങ്ങനെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിപ്പിടിക്കുന്നു, ഈദാശംസകൾ പറയുന്നു. അങ്ങനെയൊക്കെ ഒരുപാട് ജനങ്ങളെ ഞങ്ങൾ അന്ന് പുറത്ത് കണ്ടു. ഞങ്ങളവിടെ കാശ്മീരിൽ പോയിട്ട് ആദ്യമായിട്ടാണ് ഇത്രയും ആൾക്കാരെ പുറത്ത് നമ്മൾ കാണുന്നത്. പ്രത്യേകിച്ച് സ്ത്രീകളെ കുട്ടികളെയൊന്നും നമ്മൾ അധികം പുറത്ത് കണ്ടിട്ടേ ഇല്ല. പുരുഷന്മാർ മാത്രമാണ് എപ്പോഴും വല്ല കടകളിൽ കാണുന്നതും പുറത്ത് കാണുന്നതും ഒക്കെ പുരുഷന്മാരായിരുന്നു. പക്ഷേ ഇന്ന്
ഒരുപാട് സ്ത്രീകളും കുട്ടികളും ഒക്കെ പുറത്തിറങ്ങി അവരുടെ ഈദ് ആഘോഷിക്കുന്ന ഒരു കാഴ്ച. വളരെ നല്ല ഒരു കാഴ്ചയായിരുന്നു. അങ്ങനെ അതെല്ലാം കണ്ട് ഞങ്ങൾ പെഹൽഗാമിലേക്കുള്ള ഞങ്ങളുടെ യാത്ര തുടർന്നു. ഇവിടെ ഈ കെട്ടിടങ്ങളുടെ മുകളിൽ കാണുന്നത് നമ്മൾ നേരത്തെ കണ്ട മരം ഓർമ്മയുണ്ടോ? വില്ലോ ട്രീസ്. ആ വില്ലോ ട്രീസ് മുറിച്ച് ഇങ്ങനെ കെട്ടിടങ്ങളുടെ മുകളിൽ വെച്ചിരിക്കുകയാണ്. അതെന്തിനാന്ന് വെച്ചാൽ ഈ വില്ലോ ട്രീസ് മുറിച്ച് കഷ്ണങ്ങളാക്കിയിട്ട് മിനിമം 2 വർഷമെങ്കിലും അവരിതുപോലെ കെട്ടിടങ്ങളുടെ മുകളിലോ അല്ലെങ്കിൽ പുറത്ത് എവിടെയെങ്കിലും വെച്ചിട്ട് ഉണക്കും. ആ മരം നന്നായി ഉണങ്ങിയതിന് ശേഷം മാത്രമാണ് അതുകൊണ്ട് ക്രിക്കറ്റ് ബാറ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 2 വർഷമെങ്കിലും ഇങ്ങനെ ഉണക്കിയെടുത്തിട്ടാണ് അവർ ക്രിക്കറ്റ് ബാറ്റ് ഉണ്ടാക്കുന്നതെന്നാണ് പറയുന്നത് കേട്ടോ. ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലം ആപ്പിൾ വാലിയാണ്. ഇവിടെ ധാരാളം ആപ്പിൾ തോട്ടങ്ങളുണ്ട്. പക്ഷേ ഇതിപ്പോൾ ആപ്പിൾ സീസൺ അല്ല. അതുകൊണ്ട് തന്നെ ഒറ്റ മരത്തിലും ആപ്പിളില്ല. മരങ്ങൾ കാണാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ആ ആപ്പിൾ വാലിയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു സ്ഥലത്ത് ഒരു ആപ്പിൾ തോട്ടത്തിൽ ഞങ്ങളുടെ വണ്ടിയുടെ ഡ്രൈവർ വണ്ടി നിർത്തി. അവിടെ ഇറങ്ങിയിട്ട് ഞങ്ങൾക്ക് ആ തോട്ടമൊക്കെ ഒന്ന് കാണാം. തോട്ടം കാണാമെന്ന് മാത്രമേ ഉള്ളൂ. ആപ്പിൾ മരങ്ങളാണ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ മരങ്ങളൊന്ന് കാണാമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ അതിലൊരു ആപ്പിൾ പോലും ഇല്ല. കണ്ടോ, ഇതൊക്കെ ഇങ്ങനെ മുട്ടിട്ടിട്ടുണ്ട്. ഇനി ഇത് പൂ വിരിയും, പിന്നെ വീണ്ടും ആപ്പിൾ ഉണ്ടാവും, പിന്നെ അത് വലുതാവും. അങ്ങനെ അടുത്ത വർഷം ഏകദേശം ഒരു ഒക്ടോബർ നവംബർ ആ ഒരു സീസണിലാണെന്ന് തോന്നുന്നു ആപ്പിളിൻ്റെ വിളവെടുപ്പ് വരുന്നത്. ആ ഒരു സമയത്ത് വിളവെടുക്കും. അപ്പോൾ ഇപ്പോൾ ആപ്പിളൊന്നുമില്ലാതെ വെറുതെ ഇങ്ങനെ മരങ്ങൾ, ആപ്പിൾ വാലിയാണ് എന്നുള്ള ഒരു കാര്യം കൊണ്ട് മാത്രം ഞങ്ങളവിടെ ഇറങ്ങി അതൊക്കെ ഒന്ന് കണ്ടു എന്ന് മാത്രമേ ഉള്ളൂ. മരങ്ങൾ കാണാൻ പറ്റിയെന്ന് മാത്രമേ ഉള്ളൂ. ആപ്പിൾ മാത്രമല്ല, അവിടെ വേറെയും കുറേ മരങ്ങളുണ്ടെന്നാണ് പറയുന്നത്. ആപ്രിക്കോട്ട്, പിന്നെ വേറെ എന്തൊക്കെയോ മരങ്ങളുടെ പേരൊക്കെ അവർ പറഞ്ഞിരുന്നു. ആ മരങ്ങളൊക്കെ അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. എനിക്ക് എല്ലാത്തിൻ്റെയും പേര് ഇപ്പോൾ ഓർമ്മയില്ല. എന്തായാലും മെയിനായിട്ട് അവിടെ ഉള്ളത് ആപ്പിൾ മരങ്ങളാണ്. അങ്ങനെ ആപ്പിൾ മരങ്ങളൊക്കെ കണ്ട് അതിൻ്റെ വീഡിയോയും അവിടെ നിന്ന് ഫോട്ടോയും ഒക്കെ എടുത്ത് ഞങ്ങൾ തിരിച്ചിങ്ങോട്ട് വന്നപ്പോഴേക്കും ആ കടയിൽ ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കേട്ടോ. ഫ്രഷ് ജ്യൂസാണ്, ആപ്പിൾ ജ്യൂസ്. അവരപ്പം തന്നെ ഉണ്ടാക്കി തരും, നമുക്കത് കുടിക്കാമെന്ന് പറഞ്ഞു. ഇതാണ് നല്ല ഫ്രഷ് ആപ്പിൾ ജ്യൂസ്. ആപ്പിൾ കൊണ്ട് മാത്രം ഉള്ള ജ്യൂസ്, വെള്ളം ഒട്ടും ചേർത്തിട്ടില്ല. ആപ്പിളിൽ നിന്ന് മാത്രം, ആപ്പിളിൻ്റെ നീര് മാത്രമാണിത്, ഫ്രഷ് ആപ്പിൾ ജ്യൂസ്. അപ്പോൾ ഇത് ഞങ്ങൾ അവിടുന്ന് വാങ്ങി കുടിച്ചു. ഒരു ഗ്ലാസ്സിന് 50 രൂപയാണ് കേട്ടോ അവർ റേറ്റ് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ആപ്പിൾ ജ്യൂസ് കുടിച്ചു. അപ്പോഴാണ് ആപ്പിൾ ജ്യൂസ് എങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് ഞാൻ അവിടെയൊക്കെ ഇങ്ങനെ നോക്കി, എങ്ങനെയാണ് ഉണ്ടാക്കണത് എന്ന് നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിലാണ് അവരത് ഉണ്ടാക്കുന്നത്. കൃത്യമായിട്ട് കാണാൻ പറ്റില്ല, പക്ഷെ എന്നാലും ആ കണ്ണാടിയുടെ ഉള്ളിലൂടെ ഞാൻ മൊബൈൽ വെച്ചിട്ട് ചെറുതായിട്ട് അതൊന്ന് വീഡിയോയിൽ പകർത്തി. കാരണം അത് നമ്മുടെ നാട്ടിലൊന്നും കാണാൻ കിട്ടാത്തൊരു കാഴ്ചയല്ലേ ആപ്പിൾ ജ്യൂസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതൊന്ന് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തു. ഈ ഒരു സംഭവത്തിലാണ് അവർ ആപ്പിൾ ഇടുന്നത് കേട്ടോ. ആപ്പിൾ ഇതിലിട്ടിട്ട് ഇങ്ങനെ ചതയ്ക്കും. ആപ്പിളിൻ്റെ ഓരോ കഷ്ണങ്ങൾ എടുത്തിട്ടും ആപ്പിൾ മുറിച്ച് കഷ്ണങ്ങളാക്കിയിട്ട് അതിലിടും. എന്നിട്ട് അതിങ്ങനെ ചതയ്ക്കുമ്പോൾ ആ താഴേക്ക് ഇങ്ങനെ ആപ്പിൾ ജ്യൂസ് വരും. അങ്ങനെയാണ് അവരിത് ഉണ്ടാക്കുന്നത്. എന്നിട്ട് അരിപ്പ വെച്ച് ഇങ്ങനെ അരിച്ച് എടുക്കുകയാണ് ചെയ്യുന്നത്. 2-3 ആപ്പിളൊക്കെ മതി കേട്ടോ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള ജ്യൂസ് അവർ ഉണ്ടാക്കി തന്നു. പിന്നെ ഒന്നാമത് ചെറിയ ഗ്ലാസ്സിലാണ് തരുന്നത്. അങ്ങനെ നല്ല ഫ്രഷ് ആപ്പിൾ ജ്യൂസാണ്. പക്ഷേ കുഴപ്പമില്ലായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആപ്പിൾ ജ്യൂസിന്. നല്ല മധുരമൊക്കെ ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റുള്ള ഒരു ആപ്പിൾ ജ്യൂസായിരുന്നു. പിന്നെ വെള്ളം ഒട്ടും ചേർത്തിട്ടില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റി ജ്യൂസായിരുന്നു. അപ്പോൾ അവിടുന്ന് ആപ്പിൾ ജ്യൂസൊക്കെ കുടിച്ചതിന് ശേഷം വീണ്ടും ഞങ്ങൾ വണ്ടിയിൽ കയറി ഞങ്ങൾ യാത്ര തുടർന്നു. അങ്ങനെ യാത്ര തുടർന്ന് ഞങ്ങൾ പെഹൽഗാമിലെത്താറായി. അപ്പോൾ കാണുന്ന വലിയ ഒരു നദിയാണിത്. ഈ നദി വളരെ ഫേമസ് ആയിട്ടുള്ള നദിയാണ്. ലിഡർ റിവർ എന്നാണ് ഈ നദിയുടെ പേര്. ഈ ലിഡർ നദിയുടെ കരയിൽ വലിയ ഒരു മലയും പിന്നെ അതിൻ്റെ എന്താ പറയുക ഒരുപാട് മരങ്ങളും ഒക്കെ ആയിട്ട് വളരെ നല്ലൊരു വ്യൂ ആണ് നമുക്ക് കാണാനുള്ളത്. ഇനി ഈ മലമുകളിലേക്ക് കയറി പോയിട്ടാണ് നമ്മൾ ഓരോ വാലികളിൽ പോകുന്നത്. ഞങ്ങൾ ഇവിടുന്ന് ആറു വാലി, ബേത്താബാലി അങ്ങനെ 2 വാലികൾ കാണാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഏകദേശം സമയം 1 മണിയോടടുത്തു. അതുകൊണ്ട് തന്നെ ഞങ്ങളിപ്പോൾ ഇവിടെ വണ്ടി നിർത്തിയിരിക്കുകയാണ്. ലിഡർ റിവറിൻ്റെ തീരത്താണ് നിർത്തിയിരിക്കുന്നത്. ഇവിടെ നല്ലൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അവിടെയാണ് ഇന്നത്തെ ഞങ്ങളുടെ ലഞ്ച്. ഇന്ന് ഈദും കൂടിയാണ്, അതുകൊണ്ട് തന്നെ ഇന്ന് സ്പെഷ്യൽ ലഞ്ചാണ്. അപ്പോൾ ഇവിടെ ലഞ്ച് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ വണ്ടി നിർത്തിയിരിക്കുകയാണ്. ഇനി ലഞ്ച് കഴിച്ചതിന് ശേഷമാണ് നമ്മൾ വാലീസ് കാണാൻ വേണ്ടി പുറപ്പെടുന്നത്. അപ്പോൾ ഈ സ്ഥലം പെഹൽഗാമാണ്. പെഹൽഗാമിലെത്തി അങ്ങനെ ഞങ്ങൾ പോയി ലഞ്ച് കഴിക്കട്ടെ. ലഞ്ച് കഴിച്ചതിന് ശേഷം കുറച്ച് സമയം വിശ്രമിച്ചിട്ട് ഞങ്ങൾ വാലീസ് കാണാൻ പുറപ്പെടും. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.
അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. നമസ്കാരം.